നമുക്ക് ജലം എല്ലാ സമയത്തും വിധാനം പാലിക്കുമോ എന്ന് ഒരു പരീക്ഷണത്തിലൂടെ കണ്ടു നോക്കിയാലോ? മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ അറിയാം. ഈ പരീക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് വെള്ളം കാണാനായി ഞങ്ങൾ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരേ വലിപ്പത്തിലുള്ള 2 ബോട്ടിലുകൾ, മേസൺ പൈപ്പ് ഉപയോഗിച്ച് ഈ ബോട്ടിലുകളെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. നമുക്കിനി ഈ ബോട്ടിലിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അടപ്പ് വെച്ച് അടയ്ക്കുകയാണ്. നോക്കൂ കൂട്ടുകാരെ, ഇപ്പോഴും ജലം ഈ ബോട്ടിലേക്ക് വരുന്നില്ല. ഇനി നമുക്ക് ഈ ബോട്ടിലിന്റെ അടപ്പും കൂടെ ഒന്ന് തുറന്നു നോക്കാം. കണ്ട കൂട്ടുകാരെ, ജലം ഇപ്പുറത്തെ ബോട്ടിലേക്ക് ഒഴുകുന്നത്. ഈ ഒഴുക്ക് എത്ര നേരം നിലനിൽക്കും? ഈ 2 ബോട്ടിലിന്റെയും വെള്ളത്തിന്റെ അളവ് തുല്യമാകുന്നത് വരെ ഇത് ഒഴുകും. നോക്കൂ കൂട്ടുകാരെ, ഇപ്പോൾ ഈ ജലത്തിന്റെ അളവ് തുല്യമായി. നമ്മുടെ പരീക്ഷണത്തിലൂടെ വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ, ജലം വിധാനം പാലിക്കുന്നുവെന്നും വാട്ടർ ക്യാൻ ഫ്ലോ, ജലത്തിന് ഒഴുകാനുള്ള കഴിവുണ്ടെന്നും മനസ്സിലാക്കി. ഇതുപോലെ തന്നെ മറ്റൊരു പരീക്ഷണം കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇനി നമുക്ക് ഈ ബോട്ടിൽ ഒരു അടപ്പ് ഉപയോഗിച്ച് അടയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. കണ്ട കൂട്ടുകാരെ, ഇപ്പോൾ ഈ ജലത്തിന്റെ അളവ് തുല്യമല്ലല്ലോ. ഇപ്പോൾ ജലം ഇവിടെ വിധാനം പാലിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. ഈ ബോട്ടിലിന്റെ ഇത്രയും ഭാഗം വായുവാണ്. വായുവിനും വെള്ളത്തിനും സ്ഥിതി ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. അതിനാലാണ് ജലം ഇപ്പോഴത്തെ ബോട്ടിലേക്ക് വരാത്തത്. ഇപ്പോൾ ജലം ഈ ബോട്ടിലേക്ക് ഒഴുകി. ഇപ്പോൾ ഈ വെള്ളത്തിന്റെ ലെവൽ തുല്യമായല്ലോ. ഈ പരീക്ഷണത്തിലൂടെ നമ്മൾ ജലം എല്ലാ സമയവും വിധാനം പാലിക്കില്ലെന്നും ജലത്തിനും വായുവിനും സ്ഥിതി ചെയ്യാൻ സ്പേസ് ആവശ്യമാണെന്നും മനസ്സിലാക്കി. താങ്ക് യു കൂട്ടുകാരെ. ഇനി നമുക്ക് മറ്റൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ഞാനിവിടെ 2 ബോട്ടിലും തുല്യ അളവിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ജലം വിധാനം പാലിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബലൂൺ വീർപ്പിച്ച് ഈ ബോട്ടിലിന്റെ വായുഭാഗത്ത് ഘടിപ്പിക്കാം. ഇനി നമുക്ക് ഈ ബോട്ടിലിന്റെ അടപ്പൊന്ന് തുറക്കാം. കൂട്ടുകാരെ, ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ബലൂണിൽ ഉണ്ടായിരുന്ന വായു ഈ വെള്ളത്തെ തള്ളി ഇപ്പുറത്തെ ബോട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ജലത്തിന്റെ വിധാനം നഷ്ടമായി.